അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ സമൂഹത്തിൽ വളരെയധികം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ലഹരി. ഞാൻ ആഷിഖ് ബാസി, മിഫ്താഹുൽ ഉലൂം മദ്രസയിലെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് ഞാൻ. ലഹരി വസ്തുക്കളുടെ ഉപയോഗങ്ങളെക്കുറിച്ച് ഏതാനും ചില വാക്കുകൾ സംസാരിക്കാനാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഒരു രാജ്യത്തിൻ്റെ ഭാവി അവിടുത്തെ കുട്ടികളിലാണ്. എന്നാൽ രാജ്യത്തിൻ്റെ ഭാവി തകർക്കും വിധം കുട്ടികളിൽ സുലഭമായി കണ്ടുവരുന്ന ഒന്നാണ് ലഹരി വസ്തുക്കളുടെ അമിതമായ ഉപയോഗം. മുതിർന്നവർക്ക് വിൽ പവർ കൊണ്ടും ഉപേക്ഷിക്കാനുള്ള അധ്വാനം കൊണ്ടും ലഹരിയെ ഒരു പരിധിവരെ അകറ്റി നിർത്താൻ സാധിക്കും. എന്നാൽ കുട്ടികളിൽ അതിനുള്ള സാധ്യത വളരെയധികം കുറവാണ്. എന്തെന്നാൽ അടിമപ്പെട്ടതിൽ നിന്ന് മോചനം നേടാൻ അവർ ആഗ്രഹിക്കുന്നതേ ഇല്ല. കുടുംബവഴക്ക്, കൂട്ടുകെട്ട്, ചുറ്റുമുള്ളവരോടുള്ള വാശി, പഠനത്തോടാൽ പേടി എന്നിവയൊക്കെയായിരിക്കാം ഒരു പക്ഷേ അവരെ ലഹരി ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും അവർ അഭയം തേടുന്നത് ലഹരിയിലേക്ക്. എന്നാൽ ജീവിത പ്രശ്നങ്ങളോട് പൊരുതി വിജയം നേടുന്നതാണ് യഥാർത്ഥ ലഹരി എന്ന് അവർ തിരിച്ചറിയുന്നില്ല. നമുക്ക് ജീവിതത്തിൽ പല പ്രയാസങ്ങളും നേരിടേണ്ടി വരും. നാം ചെയ്യുന്ന പല കാര്യത്തിലായാലും, പഠനത്തിലായാലും, കളിയിലായാലും, മറ്റെന്തിലായാലും നാം ആഗ്രഹിക്കുന്ന വിജയം നമുക്ക് കിട്ടണമെന്നില്ല. നാം ഒറ്റപ്പെടുന്നുവെന്നും മറ്റുള്ളവർ നമ്മളെ അവഗണിക്കുമെന്ന സാഹചര്യങ്ങൾ നമുക്കുണ്ടാകും. ദേഷ്യവും നിരാശയും സങ്കടവും നിറഞ്ഞ സന്ദർഭങ്ങൾ നമുക്കുണ്ടാകും. ഈ സമയത്താണ് ലഹരി ഒരു വില്ലനായി മാറുന്നത്. ലഹരി എന്ന് കേൾക്കുമ്പോൾ തന്നെ നാം ആദ്യം ചിന്തിക്കുന്നത് ആൺകുട്ടികളെ കുറിച്ചാണ്. എന്നാൽ ഇക്കാലത്തെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ സുരക്ഷിതരല്ലെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. പെൺകുട്ടികളും ഇന്ന് ലഹരിക്ക് അടിമപ്പെട്ട് വരികയാണ്. ചാറ്റിങ്ങിലൂടെ പരിചയപ്പെടുന്നവർ, പുറമേയുള്ള കൂട്ടുകാർ എന്നിവരുടെയൊക്കെ ബ്ലാക്ക്മെയിൽ വഴിയാണ് ഇന്ന് പല പെൺകുട്ടികളും ലഹരിക്ക് അടിമപ്പെട്ട് വരുന്നത്. ഭയം കൊണ്ട് അതിന് കീഴടങ്ങുന്നവർ ലഹരിയുടെ പൈശാചിക ലോകത്തിലേക്ക് പാഞ്ഞടുക്കുകയാണെന്നും ജീവിത സുഖങ്ങൾക്ക് അറുതി വരികയാണെന്നും ഓർക്കുന്നില്ല. ഒന്ന് രുചിച്ചു നോക്കി ഉപേക്ഷിച്ച് കളയാമെന്ന ചിന്തയിലാണ് എല്ലാവരും ആ പ്രലോഭനങ്ങൾ സ്വീകരിക്കുന്നത്. എന്നാൽ ലഹരിയുടെ കെണിയിൽ ഒന്ന് അകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് തിരിച്ചു വരവില്ലെന്ന് ഓർക്കുക. ലഹരി മനുഷ്യനെ മാനസികവും ശാരീരികവുമായി തകർക്കുന്നു. അത് നമ്മൾ പല അസ്വസ്ഥതകളും ഉണ്ടാക്കുന്നു. അതിന് പുറമേയുള്ള ദൂഷ്യഫലങ്ങൾ വാക്കിനപ്പുറമാണ്. നിമിഷ നേരത്തെ സുഖത്തിന് വേണ്ടി ജീവിതകാലം മുഴുവനുള്ള അനുഗ്രഹങ്ങളെയും നശിപ്പിക്കാൻ മനുഷ്യൻ എന്തിനും തയ്യാറാകുന്നു. ഒന്ന് ചോദിക്കട്ടെ, ലഹരി എന്ത് സുഖമാണ് മനുഷ്യന് നൽകുന്നത്? അത് വെറും ഒരു ജീവൻ കൊലയായുധം മാത്രമല്ലേ? ജീവിത പ്രശ്നങ്ങൾ ഓരോന്നും ദൈവ പരീക്ഷണങ്ങളാണ്. അതിനുള്ള പരിഹാരവും അവിടുന്ന് തന്നെ ലഭിക്കും. എന്നാൽ ഇത് മനസ്സിലാക്കാതെ അമൂല്യനിധിയാലുള്ള ജീവൻ നശിപ്പിച്ചു കളയുകയാണ് ഇന്നത്തെ ജനത. ജീവിതം എന്നത് ഒരു തരം ലഹരിയാണ്. കുടുംബത്തോടും കൂട്ടുകാരോടും മറ്റേ ഉല്ലസിച്ച് ജീവിക്കുന്നതിനേക്കാൾ പരമാനന്ദം മറ്റെവിടെയും കിട്ടാനില്ല. അതാണ് യഥാർത്ഥ ലഹരി. ജീവിതം അർത്ഥപൂർണവും രസകരവുമാകുന്നത് അപ്പോഴാണ്. ലഹരിക്ക് അടിമപ്പെട്ടവർ ഒരിക്കലെങ്കിലും അങ്ങനെയൊന്ന് ജീവിച്ചു നോക്കണം. അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ലഹരിയേക്കാൾ മധുരമേറിയതും വിലയേറിയതും അതാണെന്ന്. ഇനി മാതാപിതാക്കളോട് ഒരു കാര്യം: കുട്ടികളിൽ തെറ്റു കണ്ടാൽ ശിക്ഷിക്കുക, നന്മ കണ്ടാൽ പ്രോത്സാഹിപ്പിക്കുക. സ്നേഹിക്കണം, പക്ഷേ തെറ്റിലേക്ക് പോകും വിധം ആകരുത്. ലഹരിയെ ജീവന തുല്യം സ്നേഹിക്കുന്ന യുവതലമുറയോട് ഒന്നേ പറയാനുള്ളൂ: ആ വസ്തു തന്നെയാണ് നിങ്ങളുടെ ആയുസ് നിശ്ചയിക്കുന്നത്. ഏതൊരു പരിശുദ്ധനും ഒരു മോശപ്പെട്ട കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഏതൊരു പാപിക്കും നല്ലൊരു ഭാവിയുമുണ്ട്. നല്ല ഭാവിക്കായി ലഹരി ഉപേക്ഷിക്കാം. Say no to drugs, say yes to life. You can do. Thank you. Assalamu alaikum warahmatullahi wabarakatuh.